നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംഘർഷം, ഉറച്ച നിലപാടുമായി ബഹ്റൈൻ. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പ്രാദേശിക സംഘർഷത്തിലേക്കും രാജ്യത്തെ വലിച്ചിഴക്കപ്പെടാൻ അനുവദിക്കില്ലെന്ന് ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വ്യക്തമാക്കി. ദേശീയ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ഉറച്ച പ്രതിബദ്ധത സ്ഥിരീകരിച്ച മന്ത്രി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ബഹ്റൈൻ ഒരു കക്ഷിയല്ലെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുദേബിയിൽ നടന്ന നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് ശാഖകളുടെ സംയുക്ത യോഗത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഈ യുദ്ധത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കരുത്, ഞങ്ങൾ അതിൽ പങ്കാളികളല്ല. എന്തു വന്നാലും അത്തരമൊരു കാര്യം സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നമ്മൾ കെട്ടിപ്പടുത്ത രാജ്യത്തിന്റെ സമാധാനം, സ്ഥിരത, ഐക്യം എന്നിവ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്ന നിലവാരത്തിലുള്ള സന്നദ്ധത ഉറപ്പാക്കാൻ ദേശീയ അടിയന്തര പദ്ധതിയും സിവിൽ അടിയന്തര കേന്ദ്രവും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന കിംവദന്തികളിലും തെറ്റായ വിവരങ്ങളിലും വീഴരുതെന്നും സാമൂഹിക സമാധാനം തകർക്കാൻ അനുവദിക്കരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഷൂറ കൗൺസിൽ പ്രതിനിധി കൗൺസിൽ അംഗങ്ങൾ, മന്ത്രിമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗം എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദേശീയ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും ബഹ്റൈൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറപ്പു നൽകി. വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അൽ സെയ്ദ് ജവാദ് ഹസൻ, ക്യാബിനറ്റ് കാര്യമന്ത്രി ഹമദ് അൽ മലൈക്കി, വാർത്താവിനിമയ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽ നൊയ്മി എന്നിവരുൾപ്പെടെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സന്നിധരായിരുന്നു. ആഗോള സമാധാന സൂചികയിൽ ഗൾഫ് രാജ്യങ്ങളിൽ 2ാം സ്ഥാനം സ്വന്തമാക്കി കുവൈറ്റ്, ബഹ്റൈന് 6ാം സ്ഥാനം. ആഗോള സമാധാന സൂചികയിൽ 2ാം സ്ഥാനം സ്വന്തമാക്കി കുവൈറ്റ്. ഗൾഫ് രാജ്യങ്ങളിൽ 2ാം സ്ഥാനമാണ് കുവൈറ്റിന്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2025 ആഗോള സമാധാന സൂചികയിലാണ് കുവൈറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ 2ാം സ്ഥാനവും ആഗോളതലത്തിൽ 31ാം സ്ഥാനവും നേടിയത്. 1.642 സ്കോറാണ് കുവൈറ്റിന് ലഭിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തർ 1ാമതെത്തി. 3ാം സ്ഥാനത്താണ് ഒമാൻ. 4, 5, 6 സ്ഥാനങ്ങളിൽ യഥാക്രമം UAE, സൗദി അറേബ്യ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ്. ആഗോളതലത്തിൽ 52ാം സ്ഥാനം UAEക്കും 90ാം സ്ഥാനം സൗദി അറേബ്യയ്ക്കുമാണ്. ബഹ്റൈന്റെ സ്ഥാനം 100ാമതാണ്. മായാത്ത പുഞ്ചിരിയുമായി മുഹമ്മദ് മാറഞ്ചേരി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ PCWF ബഹ്റൈൻ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് മാറഞ്ചേരിയുടെ വേർപാടിൽ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സെഗയ BMC ഹാളിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. നീണ്ട 25 വർഷമായി ബഹ്റൈനിൽ ഓൺലൈൻ കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു. നാട്ടിലും ബഹ്റൈനിലും ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ മുഹമ്മദ് മാറഞ്ചേരി ജനഹൃദയങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തിയാണ് യാത്രയായതെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായും തണലായും കരുണ പറ്റാത്ത കരങ്ങളുമായി മുഹമ്മദ് മാറഞ്ചേരി കൂടെയുണ്ടാകുന്നതും മായാത്ത പുഞ്ചിരിയുമായി സ്വാതന്ത്ര്യമേകുന്നതും ഇനി ഓർമ്മകൾ മാത്രമാകുന്നുവെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച PCWF ഉപദേശക സമിതി അംഗം ഹസൻ VM മുഹമ്മദ് പറഞ്ഞു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. BMC മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസിസ് കൈതാരത്ത്, ചെമ്പൻ ജലാൽ, സലാം മമ്പാട്ടുമൂല, സെയ്ദ് ഹനീഫ്, ഇക്ബാൽ താനൂർ, ഉമ്മർ ഷാ, റംഷാദ് അയലക്കാട്, ഷംഷാദ് അൻവർ നിലമ്പൂർ, വനിതാ വിംഗ് പ്രതിനിധികളായ ലൈല റഹ്മാൻ, സിതാര നബിൽ എന്നിവരുൾപ്പെടെ ഒട്ടേറെ പേർ അനുശോചനം രേഖപ്പെടുത്തി. മുഹമ്മദ് മാറഞ്ചേരിയുമായി ആത്മബന്ധമുള്ള എല്ലാവരും പങ്കെടുത്ത് അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു. PCWF ബഹ്റൈൻ മുഖ്യ ഉപദേശകൻ ബാലൻ കണ്ടനകം നേതൃത്വം നൽകിയ യോഗത്തിൽ ഷറഫുദ്ദീൻ VM സ്വാഗതവും മധു കാലടിത്തറ നന്ദിയും പറഞ്ഞു. ശേഷം നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് മുസ്തഫ കൊലക്കാട്, ഷഫീഖ് പാലപ്പെട്ടി, ബാബു MK, നബിൽ, ഫിറോസ് വെളിയങ്കോട് എന്നിവർ നേതൃത്വം നൽകി. പ്രവാസി ലീഗൽ സെൽ കേരള ഘടകം പ്രതിനിധികൾ 2025 ജൂൺ 19 കൊല്ലം MP NK പ്രേമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശത്ത് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട 6 വിഷയങ്ങളിൽ വിശദമായി നിവേദനം നൽകി. ഉന്നയിച്ച വിഷയങ്ങളിൽ പലതും തനിക്ക് അറിവുള്ളതാണെന്നും നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ച് ലോകസഭയിൽ അവതരിപ്പിക്കാമെന്നും ശ്രീ NK പ്രേമചന്ദ്രൻ നിവേദക സംഘത്തിന് ഉറപ്പു നൽകി. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ശ്രീ S ജയശങ്കറുമായും വിദേശകാര്യ സെക്രട്ടറിയുമായും ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്കായി വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് ശ്രീ പ്രേമചന്ദ്രൻ ഉറപ്പു നൽകി. നിവേദനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ
വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് നിയമസഹായം ഉറപ്പുവരുത്തുന്നതിന് ലീഗൽ സർവീസ് നിയമത്തിൽ ഭേദഗതി വരുത്തണം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുന്ന കേന്ദ്ര നിയമമായ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 ഭേദഗതി ചെയ്ത് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരെയും പ്രസ്തുത നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. പ്രവാസി ഭാരതീയ ഭീമ യോജന ഇൻഷുറൻസ് പദ്ധതി വിദേശത്ത് പോകുന്ന ECR, ECNR വിഭാഗങ്ങളിൽ പെടുന്ന മുഴുവൻ പേർക്കും നടപ്പിലാക്കുകയും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മരണത്തിനും അംഗവൈകല്യത്തിനും നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക. വിദേശത്ത് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക. ഭീമ യോജനയെക്കുറിച്ച് കൂടുതൽ അവബോധം ഇന്ത്യൻ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുക. എംബസി ക്ഷേമനിധി വഴി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അടുത്തു തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കാനിടയുള്ള പുതിയ കുടിയേറ്റ നിയമമായ ഓവർസീസ് മൊബിലിറ്റി ബിൽ 2024 ഉൾപ്പെടുത്തണം. വിദേശ തൊഴിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ തട്ടിപ്പുകൾ തടയാനുള്ള നിയമം കൊണ്ടുവരണം. വിദേശ ജോലിക്കും സർവകലാശാല പഠനത്തിനുമായി വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വൻ തുക തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ശക്തമായ കേന്ദ്ര നിയമം കൊണ്ടുവരിക. എംബസി ക്ഷേമനിധി വഴി നിയമസഹായം ശക്തമാക്കുക. വിചാരണ തടവുകാർക്കും തൊഴിൽ തർക്കങ്ങൾ നേരിടുന്നവർക്കും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിന് ICWF വ്യവസ്ഥകൾ പരിഷ്കരിക്കുകയും അവ കർശനമായി നടപ്പാക്കുന്നതിന് എംബസികൾക്കും വിദേശ ഇന്ത്യൻ കാര്യാലയങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ വിദേശ മന്ത്രാലയം നൽകണം. മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന MGPSY പുനഃസ്ഥാപിക്കുക. പ്രവാസി തൊഴിലാളികൾക്ക് പെൻഷൻ, ലൈഫ് ഇൻഷുറൻസ്, പുനരധിവാസം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് MGPSY 2012 ആരംഭിക്കുകയും 2017 പ്രത്യേക കാരണമൊന്നുമില്ലാതെ നിർത്തലാക്കുകയും ചെയ്തിരുന്നു. ECR വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഏറെ ഗുണകരമായിരുന്ന ഈ പദ്ധതി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് പുനരുജ്ജീവിപ്പിക്കണം. അഡ്വക്കേറ്റ് R. മുരളീധരൻ, ജനറൽ സെക്രട്ടറി, തൽഹത്ത് പൂവച്ചൽ, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നിയാസ് പൂജപ്പുര, ജിഹാംഗീർ, നന്ദഗോപകുമാർ, അനിൽ കുമാർ, ശ്രീകുമാർ എന്നിവരാണ് പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. IYCC ബഹ്റൈൻ യൂത്ത് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗൾഫ് മേഖലയിൽ നിസ്വാർത്ഥകമായ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിക്ക് നൽകി വരുന്ന ഷുഹൈബ് പ്രവാസി മിത്ര പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. സാമൂഹിക പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി കണ്ണൂർ, മട്ടന്നൂർ മേഖലകളിൽ പ്രവർത്തനം നടത്തുകയും മട്ടന്നൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന ധീര രക്തസാക്ഷി ഷുഹൈബ് എടയന്നൂർ സ്മരണാർത്ഥമാണ് ഷുഹൈബ് പ്രവാസി മിത്ര പുരസ്കാരം നൽകി വരുന്നത്. അദ്ദേഹം മുൻ പ്രവാസിയായിരുന്നു. ബഹ്റൈൻ പ്രവാസ ലോകത്ത് നിശബ്ദ സേവനം നടത്തി വർഷങ്ങളായി സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കായി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന വേണു വടകരയാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. നാട്ടിലെയും വിദേശത്തെയും കാരുണ്യ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്
പ്രത്യേകിച്ച് നോർക്കയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും പ്രവാസി ക്ഷേമനിധി അംഗത്വം ചേർപ്പിക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് വാങ്ങിക്കൊടുക്കുവാനും അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ശ്രദ്ധേയവും നിർണായകവുമാണ്. അഷ്റഫ് താമരശ്ശേരി, ഷിഹാബ് കൊട്ടുകാട്, ബഷീർ അമ്പലായി, മനോജ് വടകര, സാബു ചിറന്മേൽ എന്നിവർക്കാണ് ഇതിനു മുന്നേ ഈ അവാർഡ് നൽകിയത്. 2025 ജൂൺ 27 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഗായകൻ ഹനാൻ ഷാ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുന്ന 10ാമത് യൂത്ത് ഫെസ്റ്റ് 2025 വേദിയിൽ വെച്ച് ഈ വർഷത്തെ IYCC ഷുഹൈബ് പ്രവാസി മിത്ര പുരസ്കാരം സമ്മാനിക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ദേനിയോട്, യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പരിയാരം എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ISB @75 ചെസ് ചാമ്പ്യൻഷിപ്പ് വൻ ആവേശത്തോടെയും വിപുലമായ പങ്കാളിത്തത്തോടെയും ആരംഭിച്ചു. ബഹ്റൈൻ ചെസ് ഫെഡറേഷന്റെയും അർജുൻസ് ചെസ് അക്കാദമിയുടെയും സഹകരണത്തോടെ ഇസ ടൗൺ ക്യാമ്പസിലെ ജഷൻമാഡ് ഓഡിറ്റോറിയത്തിലാണ് ദ്വിദിന പരിപാടി നടക്കുന്നത്. ബഹ്റൈൻ ചെസ് ഫെഡറേഷൻ പ്രസിഡന്റ് അൻവർ ഇബ്രാഹിം അഹമ്മദിയായിരുന്നു മുഖ്യാതിഥി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി വി രാജുബണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ട്രാൻസ്പോർട്ട് അംഗം മുഹമ്മദ് നയാസുല്ല, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ISB പ്ലാറ്റിനം ജൂബിലി ജനറൽ കൺവീനർ പ്രിൻസ് S നടരാജൻ, സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, അർജുൻ ചെസ് അക്കാദമി CEO അർജുൻ കക്കാടത്ത് എന്നിവർ സന്നിധരായിരുന്നു. അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് മുഖ്യാതിഥി അൻവർ ഇബ്രാഹിം അഹമ്മദിക്ക് മെമന്റോ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾക്കും ചെസ് പ്രേമികൾക്കുമായി സൗജന്യ ചെസ് വർക്ക്ഷോപ്പ് പരിപാടിക്ക് തുടക്കമിട്ടു. വിദഗ്ധ പരിശീലകൻ ജാനിലെ ഡെലസറിനെയാണ് വർക്ക്ഷോപ്പ് നയിച്ചത്. ചെസ് അടിസ്ഥാന കാര്യങ്ങൾ, കളിയുടെ വൈജ്ഞാനിക നേട്ടങ്ങൾ, ചെസ് പഠനം വളർത്തിയെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സെഷൻ തുടക്കക്കാർക്കും പരിചയസമ്പന്നരായ കളിക്കാർക്കും ഒരുപോലെ ഹൃദ്യമായി. ഏകദേശം 250 മത്സരാർത്ഥികളും 60 സ്കൂൾ ടീമുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ISB @75 ചാമ്പ്യൻഷിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ചെസ് ടൂർണമെന്റുകളിൽ ഒന്നായിരിക്കും. ഇന്റർ സ്കൂൾ ടീം ചെസ് ചാമ്പ്യൻഷിപ്പോടെയാണ് മത്സര വിഭാഗം ആരംഭിച്ചത്. സ്കൂളുകൾ 2 വിഭാഗങ്ങളിലായി അണ്ടർ 12, അണ്ടർ 19 എന്നിങ്ങനെ മത്സരിക്കുന്നു. സ്വിസ് ലീഗ് ഫോർമാറ്റ് പിന്തുടരുന്ന ഫിഡെ റാപ്പിഡ് നിയമങ്ങൾ അനുസരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഓരോ വിഭാഗത്തിലെയും മികച്ച 3 ടീമുകൾക്കാണ് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകുന്നത്. ഓപ്പൺ റാപ്പിഡ് ചെസ് ടൂർണമെന്റോടെ പരിപാടികൾ ഉച്ച കഴിഞ്ഞ് തുടരും. വിവിധ വിഭാഗങ്ങളിലായി സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 10 പേർക്ക് പ്രത്യേക ബഹുമതികളും നൽകും. എല്ലാ മത്സരങ്ങളും ഫിഡെ ചട്ടങ്ങൾ പാലിച്ചാണ് നടത്തുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ഗ്രാൻഡ് ഫിനാലെ നടക്കും. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി വി രാജുബണ്ഡ്യൻ, വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂബിലി ജനറൽ കൺവീനർ പ്രിൻസ് S നടരാജൻ എന്നിവർ വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ചെസ് പ്രേമികൾ എന്നിവരെ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷണിച്ചു. ഇന്ത്യൻ സ്കൂൾ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയെന്ന സന്ദേശവുമായി ഇന്ത്യൻ സ്കൂൾ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശ്രീധർ ശിവ S, കായിക അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിധരായിരുന്നു. ഒരേ ഭൂമിക്കും ആരോഗ്യത്തിനും വേണ്ടിയുള്ള യോഗ എന്ന ആശയത്തിലാണ് ഈ വർഷത്തെ യോഗ ദിനം ആഘോഷിക്കുന്നത്. ആരോഗ്യകരവും സംതൃപ്തവുമായ ഒരു ജീവിതത്തിന് ആന്തരിക സമാധാനവും സ്വയം പരിചരണവും അടിസ്ഥാനമാണെന്ന വിശ്വാസത്തെയാണ് ഈ ആശയം പ്രതിഫലിക്കുന്നത്. ആഗോള ആരോഗ്യം, ഐക്യം, ക്ഷേമം എന്നിവയ്ക്കായി യോഗയുടെ കലാതീതമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ഈ ആഘോഷത്തിലൂടെ സ്കൂളുകൾ എടുത്തുകാട്ടി. മിഡിൽ സെഷനിലെ 160-ലധികം വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായ അഭ്യാസമുറകളോടെ യോഗയോടുള്ള തങ്ങളുടെ സമർപ്പണം പ്രകടിപ്പിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ R ചിന്നസ്വാമി നയിച്ച സെഷനിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കവും വൈദഗ്ധ്യവും പ്രകടമാക്കുന്ന നിരവധി യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി വി രാജുബണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ വിദ്യാർത്ഥികളുടെ ഉത്സാഹഭരിതമായ പങ്കാളിത്തത്തെ അഭിനന്ദിച്ചു. മാതൃകാപരമായ ഏകോപനത്തിനും സമർപ്പണത്തിനും അവർ കായിക വകുപ്പിനെ അഭിനന്ദിച്ചു. സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക പെരുന്നാൾ കൊടിയേറി.
ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക പെരുന്നാൾ ജൂൺ 28 ശനിയാഴ്ച ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു. ഇടവക പെരുന്നാളിന് മുന്നോടിയായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി വെരി റവറൽ സ്ലീബ പോൾ കൊറെപ്പിസ്കോപ്പ വട്ടവേലിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടി ഉയർത്തി. റവറൽ ഫാദർ ജോൺസൺ കുറുമറ്റത്തിൽ, ഡീക്കൻ മാത്യൂസ് ചെറിയൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ബെന്നി പി മാത്യു, സെക്രട്ടറി ശ്രീ മനോജ് കോര, ട്രഷറർ ശ്രീ ജെൻസൺ ജേക്കബ്, മറ്റ് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ, ഇടവകാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ സന്നിധരായിരുന്നു. ജൂൺ 20 മുതൽ പെരുന്നാൾ ദിനമായ ജൂൺ 28 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാന പരിപാടികൾ: ജൂൺ 25 ബുധനാഴ്ച 7:30 മുതൽ വിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധ ശ്ലീഹമാരോടും ഉള്ള മധ്യസ്ഥ പ്രാർത്ഥന. ജൂൺ 26 വ്യാഴാഴ്ച 6:45 മുതൽ 9 മണി വരെ സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ, ധ്യാനം. ജൂൺ 27 വെള്ളിയാഴ്ച 6:45 മുതൽ പ്രഭാത പ്രാർത്ഥന, 8 മണി വരെ വിശുദ്ധ കുർബാന. പെരുന്നാൾ ദിനങ്ങളിലെ ക്രമീകരണങ്ങൾ എന്ന് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇനിയൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. IYCC യൂത്ത് ഫെസ്റ്റ് 2025 ലഹരിക്കെതിരെ യുവതയുടെ പ്രതിരോധം യൂത്ത് അലർട്ട് 2ാം ഘട്ടം സമാപിച്ചു. സമൂഹത്തിൽ വ്യാപകമാകുന്ന ലഹരികൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി IYCC ബഹ്റൈൻ നടത്തുന്ന യൂത്ത് അലർട്ട് പരിപാടിയുടെ 2ാം ഘട്ടം സമാപിച്ചു. ജൂൺ 27 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന IYCC യൂത്ത് ഫെസ്റ്റ് 2025 പ്രചാരണ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. KPCC കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ ലഹരി വിരുദ്ധ നാടകം തണൽ വിദേശ രാജ്യത്ത് IYCC ആണ് ആദ്യമായി അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സംഘടനയുടെ 9 ഏരിയ കമ്മിറ്റികളെ 3 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് നടത്തുന്ന യൂത്ത് അലേർട്ടിന്റെ 2ാമത്തെ സ്വീകരണ പരിപാടി സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ വെച്ച് നടന്നു. ഹെമക് ടൗൺ, റിഫാറ്റ്, ട്യൂബ്ലിസ്, സൽമാബാദ് എന്നീ ഏരിയകളുടെ നേതൃത്വത്തിലാണ് 2ാം ഘട്ട പരിപാടി നടന്നത്. ജാഥ സമ്മേളനം ബഹ്റൈനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജീവ് വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ബേസിൽ നെല്ലിമറ്റവും ആദ്യഘട്ട പരിപാടി സംഘടിപ്പിച്ച ഏരിയകളായ ഹിദ്, അറാദ്, മുഹറക്, ഗുദൈബിയ എന്നീ ഏരിയകളിലെ ഭാരവാഹികളും ചേർന്ന് പതാക 2ാം ഘട്ട ഏരിയ ഭാരവാഹികൾക്ക് കൈമാറി തുടക്കം കുറിച്ചു. യൂത്ത് ഫെസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റിയുടെ കീഴിൽ അണിയിച്ചൊരുക്കിയ IYCC പ്രവർത്തകർ അഭിനയിച്ച തണൽ നാടകത്തിന്റെ അവതരണവും ഉണ്ടായിരുന്നു. ഹെമക് ടൗൺ ഏരിയ പ്രസിഡന്റ് വിജയൻ TPയുടെ അധ്യക്ഷതയിൽ നടന്ന ജാഥയുൾപ്പെടെയുള്ള പരിപാടിക്ക് ട്യൂബ്ലിസ് സൽമാബാദ് ഏരിയ പ്രസിഡന്റ് നവീൻ ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, യൂത്ത് ഫെസ്റ്റ് 2025 ജനറൽ കൺവീനർ ജിതിൻ പരിയാരം, IYCC ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗന്യൂട്ട്, വൈസ് പ്രസിഡന്റ് അനസ് റഹീം, പ്രോഗ്രാം കൺവീനർ ഫാസിൽ വട്ടോളി സംസാരിച്ചു. IYCC വനിതാ വേദി കൺവീനർ മുബീന മൻഷീർ സന്നിധരായിരുന്നു. ട്യൂബ്ലിസ് സൽമാബാദ് ഏരിയ സെക്രട്ടറി ഷാഫി വയനാട് നന്ദി പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം വായനാ ദിനം ആഘോഷിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സമാജം അങ്കണത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ വായനാ ദിനം ആചരിച്ചു. പുസ്തകങ്ങളിൽ പിറവിയെടുക്കുന്ന അക്ഷരക്കൂട്ടുകൾ നമ്മുടെ ചിന്തയുടെ കനൽ തെളിയിക്കുന്ന ഉരക്കല്ലുകൾ ആണെന്നും അച്ചടി കണ്ടുപിടിച്ചതാണ് ആധുനിക ലോകത്തിന്റെ മുഖച്ഛായ മാറ്റിയതെന്നും സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് പ്രശസ്ത ശാസ്ത്ര സാഹിത്യകാരൻ ഡോക്ടർ വേണു തോന്നയ്ക്കൽ പറഞ്ഞു.
ഇത്തരം ആഘോഷ പരിപാടികൾ മലയാളികളെ വായനയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുമെന്ന് അധ്യക്ഷത പ്രസംഗത്തിൽ സമാജം ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് കാരയ്ക്കൽ അഭിപ്രായപ്പെട്ടു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വായനയെ മോശമായി സ്വാധീനിച്ചു എന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നും നല്ല പുസ്തകങ്ങൾ ധാരാളമായി അച്ചടിക്കപ്പെടുകയും വിറ്റുപോകുകയും ചെയ്യുന്നതായും സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ് ചന്ദ്രൻ നായർ സ്വാഗത പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. വായനശാല കൺവീനർ അർജുൻ ഇത്തിക്കാട് സെമിനാറിൽ നന്ദി രേഖപ്പെടുത്തി. കുമാരി പ്രിയംവദ കാര്യപരിപാടികൾ നിയന്ത്രിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് കുട്ടികളിൽ വായനയെ പരിപോഷിപ്പിക്കുന്നതിലേക്ക് കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ നടന്നു. മത്സരങ്ങൾ പങ്കെടുത്ത വിജയികളായ കുട്ടികൾക്ക് സമ്മാനദാനവും നടക്കുകയുണ്ടായി. ബഹ്റൈൻ കേരള സമാജം മലയാളം പാഠശാല അധ്യാപകരുടെയും ഭാഷാ പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളെയും സംഗമം സംഘടിപ്പിച്ചു. പ്രവാസഭൂമിയിലെ ആദ്യത്തേതും മലയാളം മിഷന്റെ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തേതുമായ സമാജം മലയാളം പാഠശാലയിൽ അധ്യാപകരായും കമ്മിറ്റി അംഗങ്ങളായും സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഭാഷാ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ് ചന്ദ്രൻ ആർ നായർ, പാഠശാല കൺവീനർ സുരേഷ് സാസ്കോ, പാഠശാല പ്രിൻസിപ്പൽ ബിജു എം സതീഷ്, വൈസ് പ്രിൻസിപ്പൽമാരായ രജിത അനി, ലത മണികണ്ഠൻ, സമാജം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ സന്നിധരായിരുന്നു. മലപ്പുറം FC ഫുട്ബോൾ ടീം ലോഗോ പ്രകാശനം ചെയ്തു. മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ ഫുട്ബോൾ ടീം മലപ്പുറം FC ലോഗോ പ്രകാശനം MJPA 20ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ക്ലബിൽ നടന്ന ചടങ്ങിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസൻ ഈദ് ബുഖാമസ് നിർവഹിച്ചു. അദ്ദേഹത്തിൽ നിന്നും കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈൻ പ്രസിഡന്റ് അർഷാദ് അഹമ്മദ് പാലക്കണ്ടി ലോഗോ ഏറ്റുവാങ്ങി. പ്രശസ്ത പരിപാടിയിൽ അധ്യക്ഷൻ MJPA പ്രസിഡന്റ് ചെമ്പൻ ജലാൽ, രക്ഷാധികാരി നാസർ മഞ്ചേരി, സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ, സ്പോർട്സ് കൺവീനർ സാജൻ ചുറിയാൻ, അഡ്വക്കേറ്റ് VK തോമസ്, സഹൽ ജമാലുദ്ദീൻ, ഡോക്ടർ ഫെമിൽ, സക്കീർ, ഷിഫാൽ ജസീറ, ബാലൻ എടപ്പാൾ തുടങ്ങിയ ഒട്ടേറെ പേർ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിൽ നിന്നും ബഹ്റൈനിലുള്ള പ്രവാസികളിൽ മലപ്പുറം FC ഫുട്ബോൾ ടീമിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർ 39264864 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. മറ്റു വാർത്തകളിലേക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യയുടെ ബുക്കിംഗ് 20% കുറഞ്ഞു. ടിക്കറ്റ് നിരക്കിലും വൻ കുറവ്. അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടായതിനു പിന്നാലെ എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ 20% കുറവ്. ടിക്കറ്റ് നിരക്ക് 8 മുതൽ 15% വരെ കുറഞ്ഞതായും ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രവി ഗോയ്സൺ പറഞ്ഞു. ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനം ജൂൺ 12-ന് അഹമ്മദാബാദിൽ തകർന്നു വീണ് യാത്രക്കാരായ 241 പേരും സ്ഥലത്തുണ്ടായിരുന്ന 29 പേരും മരിച്ചിരുന്നു. അതിനുശേഷം വിദേശ ടിക്കറ്റ് ബുക്കിംഗിൽ 18% മുതൽ 22% വരെയും ആഭ്യന്തര യാത്രകളിൽ 10 മുതൽ 12% വരെയും ഇടിവുണ്ടായി. അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകളുടെ നിരക്കിൽ 10 മുതൽ 15% വരെ കുറവുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 9 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ജില്ലയിൽ അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്ക് പൂട്ടുവീഴും.
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവ്. ജില്ലയിൽ 144 വിദ്യാലയങ്ങളാണ് പട്ടികയിലുള്ളത്. അതാത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ബന്ധപ്പെട്ട വിദ്യാലയങ്ങൾക്ക് രേഖാമൂലം നോട്ടീസ് നൽകി അടച്ചുപൂട്ടൽ നടപടികൾ തുടങ്ങും. ചാത്തന്നൂർ ഉപജില്ലയിൽ മാത്രം 33 വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 14 വിദ്യാലയങ്ങളെയാണ് അംഗീകാരമില്ലാത്ത സ്കൂളുകളുടെ പട്ടികയിൽ ചാത്തന്നൂരിൽ ഉൾപ്പെട്ടിരുന്നത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് അടച്ചുപൂട്ടൽ. കേരള, CBSE, ICSE സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം വേണമെന്നാണ് വ്യവസ്ഥ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമേ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകൾ നടത്താൻ അവകാശമുള്ളൂ. ഈ ഉത്തരവുകൾ നിലനിൽക്കുമ്പോഴും കൂണുപോലെ പുതിയ വിദ്യാലയങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ നടപടികൾ ഇതിനെതിരെ കടുപ്പിച്ചിരിക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധി. ക്ലാസിൽ കുട്ടികളെ കുത്തിനിറയ്ക്കേണ്ട അവസ്ഥയുണ്ടെന്ന് സമ്മതിച്ച് വിദ്യാഭ്യാസ മന്ത്രി. മലബാറിൽ +1 ക്ലാസ്സിൽ കുട്ടികളെ കുത്തിനിറയ്ക്കേണ്ട അവസ്ഥയുണ്ടെന്ന് സമ്മതിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഒരു ക്ലാസ്സിൽ 60 മുതൽ 65 കുട്ടികൾ പഠിക്കേണ്ടി വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മലബാർ +1 പ്രതിസന്ധിക്ക് കാരണം താനല്ലെന്നും ഹയർ സെക്കൻഡറി വന്ന സമയത്ത് ചിലർ ചെയ്തതിന്റെ ഫലമാണ് മലബാറിലെ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാറിൽ ഒട്ടും സീറ്റ് കുറവില്ലെന്നും അഡ്മിഷൻ പൂർത്തിയാകുമ്പോൾ സീറ്റ് ബാക്കിയാവുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കോഴിക്കോട് +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വൻ പ്രതിഷേധവുമായി KSU രംഗത്തെത്തി. മന്ത്രി വി ശിവൻകുട്ടിയെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാരതാംബ വിവാദത്തിലും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ യുവമോർച്ച പ്രതിഷേധം നടന്നു. കോഴിക്കോട് തളിക്ഷേത്രത്തിന് സമീപം SFI അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് പ്രതിഷേധമുണ്ടായത്. യുവമോർച്ച പ്രവർത്തകരും മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. തുടർന്ന് സ്ഥലത്ത് SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.